മക്കളെ, അപ്പൊ അരിത്തമാറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പറയാൻ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഈ സെക്ഷനിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് ഇതിൽ ഉദ്ദേശം. അപ്പൊ ടെക്സ്റ്റിൽ ചെറുതായിട്ട് പറയുന്നുണ്ട് എങ്കിലും ഇനി മുന്നോട്ട്, അതായത് ഈ ഫോർമുല ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഈ അറിയാവുന്ന ഫോർമുല വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ എങ്കിലും നിങ്ങൾ ഈ പറയുന്ന കാര്യം കാണാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടും. കാരണം പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫോർമുല അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. ഓക്കെ, എനിവേ ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ഉപകാരപ്പെടുന്ന 3 ഫോർമുലാസ്. ഓക്കെ, സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ മക്കളെ, നമുക്കറിയാം എന്ത് 1+2+ ഇതെന്താണ് 3+4+ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ, നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്. ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ആദ്യത്തെ ഇപ്പൊ ഒരു n ടേംസ് അല്ലെ, ഇവിടെ ഒരു nth ടേം, ഇവിടെ ഒരു 100 എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 100 ആളെ സമ്മ് ചോദിക്കുന്ന പോലെ ഒരു n എണ്ണമാണെങ്കിൽ, n നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ, n ടേംസ് ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് സം ഓഫ് n ടേംസ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ഓഫ് n ടേംസ്, സം ഓഫ് n ടേംസ് ഓഫ് ആൻ നാച്ചുറൽ നമ്പർ. ഇത് കണ്ടുപിടിക്കലാണ് ഇനി നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നാച്ചുറൽ നമ്പർ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് അറിയാവുന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുക. സം ഓഫ് n ടേംസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പെട്ടെന്ന് കാണുമ്പോൾ ഇനി അത് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് അത് വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ പറയുന്നത്. അതേമാതിരി നമ്മൾ ഇനി അടുത്തത് കാണുക, ഇത് കഴിഞ്ഞാൽ നമ്മൾ കാണും സം ഓഫ് ഓഡ് നമ്പേഴ്സിനുള്ള ഒരു ഇക്വേഷൻ കാണും. അത് കഴിഞ്ഞാൽ സം ഓഫ് ഈവൻ നമ്പേഴ്സിന്. ഇനി ഇത് കാണാതെ പഠിക്കുക, ലാസ്റ്റത്തെ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ മാത്രം മതി. ഞാൻ ഈ സെക്ഷനിൽ വീഡിയോയുടെ അവസാനം ഞാനൊരു സ്ലൈഡിൽ 3 ഇക്വേഷനും, നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാനുള്ള ഇക്വേഷൻ, അതുപോലെ ഓഡ് നമ്പേഴ്സിന്റെ സമ്മാനുള്ള ഇക്വേഷൻ, ഈവൻ നമ്പേഴ്സിന്റെ സമ്മാനുള്ള ഇക്വേഷൻ, ഇതൊക്കെ എഴുതി അവിടെ കാണിക്കും. അത് 3ഉം കാണാതെ പഠിച്ചാലും മതി. ഇനി ഇത് എങ്ങനെ വന്നെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കോ, ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ നമ്മുടെ സീക്വൻസ് എന്താണ്? 1+2+3+ ഇങ്ങനെ പോകുന്നത് അപ് ടു എത്ര ടേം വരെ? n ടേംസിന്റെ സമ്മ് ആണോ? n ടേംസ്. അപ്പൊ നമുക്ക് ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ സം ഓഫ് n ടേംസ് കാണാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ? Sn എന്ന് പറയുന്നത് എന്താണ്? n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d. ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ലേ? അറിയോ? ഒന്ന് നോക്കി നോക്ക്. ഇവിടെ നമുക്ക് എന്തറിയാം? x1 എത്രയാണ്? ഇവിടെ ഫസ്റ്റ് ടേം അല്ലേ, 1 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ആഡ് ചെയ്ത് പോകുന്നതും 1 തന്നെ അല്ലേ. ഇപ്പൊ 2 - 1 എടുക്കുകയാണെങ്കിൽ 1. അപ്പൊ ഫസ്റ്റ് ടേമും എന്താണ്? 1 ആണ്. കോമൺ ഡിഫറൻസും 1 ആണ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ കൊടുത്തതിന് Sn എന്താവും? n അങ്ങനെ തന്നെ കൊടുക്കുക. n/2 ഇൻറ്റു 2 ഇൻറ്റു x1ന്റെ സ്ഥാനത്ത് 2 ഇൻറ്റു 1 ആവും, പ്ലസ് n-1 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് എന്ത് തന്നെ കൊടുക്കുക? 1 കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പൊ n/2 ഇൻറ്റു 2 ഇൻറ്റു 1 2 പ്ലസ് n-1 ഇൻറ്റു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ n-1 തന്നെ അല്ലെ. ഒന്നിനെ ഏതുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും ആ സംഖ്യ തന്നെയല്ലേ കിട്ടുക. അപ്പൊ n-1 തന്നെ. ഇനി എന്ത് ചെയ്യാ? ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന്. എന്ത് വരും? n/2 ഇൻറ്റു 2 പ്ലസ് n-1 എന്നാവും. ക്ലിയർ ആണോ? ആ ബ്രാക്കറ്റ് വെറുതെ ഓപ്പൺ ആക്കിയല്ലേ, ഇനി അവിടെ ആരും ഗുണിക്കാനൊന്നും ഇല്ല. അപ്പൊ ബ്രാക്കറ്റ് നമുക്ക് ഡയറക്റ്റ് ആയി ഓപ്പൺ ചെയ്യാം. n/2 ഇൻറ്റു ഇതെന്താവും? n ആദ്യം എഴുതി, ബാക്കി ആരുണ്ട്? 2 - 1. 2 1 കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? +1. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഏത് രൂപത്തിലായി? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നോക്ക്, n ഇൻറ്റു n+1/2 എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇതാണ് മക്കളെ നമ്മൾ തേർഡ് നടക്കുന്ന ഇക്വേഷൻ. അപ്പൊ കേട്ടോ, ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് കാണാനുള്ള ഇക്വേഷൻ കേട്ട് പഠിച്ചോ. n ഇൻറ്റു n+1/2 ഇതിങ്ങനെ കാണാണ്ട് പഠിച്ചാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അറിയാലോ കണ്ടുപിടിക്കാനുള്ള വഴി. അപ്പൊ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളത് കൂടെ കാണും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. Sn = n ഇൻറ്റു n+1/2. അപ്പൊ ഇപ്പൊ നിങ്ങളോട് ഇതിന്റെ ഉപയോഗം എവിടെ വരിക എന്നറിയോ? അപ്പൊ നിങ്ങളോട് ആരെങ്കിലും പറയാണ് സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ചോദിച്ചു. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത്? അപ്പൊ സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ എന്നിന്റെ സ്ഥാനത്തൊക്കെ 10 കൊടുക്കുക. അപ്പൊ S10 സം ഓഫ് ആദ്യത്തെ 10 ആള് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 ഇൻറ്റു ഇവിടെ എന്തുണ്ട്? 10+1 അല്ലെ. നമ്മുടെ ഫോർമുല എന്താണ്? n ഇൻറ്റു n+1/2 എന്നല്ലേ. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും?
ഫോർമുല n ഇൻറ്റു n പ്ലസ് 1/2 ആണ് സമ്മ് കാണാൻ. അപ്പൊ S10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഇൻറ്റു n പ്ലസ് 1, n 10 ആണെങ്കിൽ n പ്ലസ് 1 എന്താവും 11/2 എന്നാവും. എന്താവും ഇത് ക്യാൻസൽ ചെയ്തു, ബാക്കി എന്താവും 5, 5 ഇൻറ്റു 11 55 ഒരു ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഈ ഫോർമുല ഉണ്ടെങ്കിൽ എത്ര എണ്ണത്തിന്റെ സമ്മാണെങ്കിൽ കണ്ടുപിടിച്ചുകൂടാ. ഇനി 100 എണ്ണത്തിന്റെ സമ്മ വെച്ചാൽ എന്ത് 100 ഇൻറ്റു n പ്ലസ് 1 എന്താവും 101/2. അപ്പോ ഈ ഒരു ഫോർമുല കാണാണ്ട് പഠിക്കാട്ടോ, n ഇൻറ്റു n പ്ലസ് 1/2. ഇതാണ് ഇതിന്റെ ഉപയോഗം. ക്ലിയർ ആണോ? ഇനി അടുത്തത് ഇതുപോലെ നമ്മൾ എന്ത് കാണും? അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സം ഓഫ് n ഓഡ് നമ്പേഴ്സിന്റെ ഇക്വേഷൻ കാണാൻ പോവാ. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാം. നോക്കി നോക്കാം. അപ്പൊ ആദ്യത്തെ n ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 3 അല്ലെ, ഒറ്റ സംഖ്യകള് അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. 5, 7 ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെ ഇപ്പൊ n ടേംസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ സമ്മ് നമ്മൾ എങ്ങനെയാവും കാണാം? മക്കളെ ശ്രദ്ധിച്ചിരുന്നോ? ഇതിന്റെ ഫസ്റ്റ് ടേം എന്താണ് ഇവിടെ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് എന്താണ് ആഡ് ചെയ്ത് പോകുന്നത്? 3 - 1 2 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. നമുക്ക് സമ്മിന്റെ nth ടേമിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്തായിരുന്നു? n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d എന്നാണ്. ഇവിടെ n/2 ഇൻറ്റു x1ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പൊ 2 ഇൻറ്റു 1 പ്ലസ് n-1 ഇൻറ്റു d എത്രയായിരുന്നു? 2 ആയിരുന്നു. ഡൗട്ടില്ലല്ലോ. അപ്പൊ n/2 ഇൻറ്റു 2 ഇൻറ്റു 1 എന്താവും? 2 തന്നെ, പ്ലസ് 2 ഇൻറ്റു ഇതിനെ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2n - 2. നോക്കടാ, ഇവിടെ ഒരു +2 ഉണ്ട്, -2 ഉണ്ട്, ക്യാൻസൽ ആയി. ബാക്കി ഉണ്ടാവും n/2 ഇൻറ്റു 2n. ഇനി ആരൊക്കെയുണ്ട്? ഒരു 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി. ബാക്കി ആരുണ്ട്? n ഇൻറ്റു n അല്ലെങ്കിൽ n². അപ്പൊ ഇതാണ് മക്കളെ നമ്മൾ തേടി നടന്ന ഇക്വേഷൻ. അപ്പോ സം ഓഫ് n ടേംസിനുള്ള ഇക്വേഷൻ കിട്ടി. എന്തായിരുന്നു? Sn = n². ഇത് എന്തിനുള്ളതാണ്? സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താണ്? ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? n² ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് കേട്ടോ അടുത്ത കാര്യം അറിയാനുള്ളത്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n² ആണ്. ഇപ്പൊ ആദ്യത്തെ ഒരു 11 എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചു, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10 എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിച്ചൂടെ? S10 കണ്ടുപിടിച്ചാൽ പോരാ. എന്താവും? 10² 100 ആയിരിക്കും. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. ഇനി ആദ്യത്തെ ഒരു 25 എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 25ന്റെ സ്ക്വയർ 625 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? തുകയായിട്ട് കിട്ടുക. അപ്പൊ ഈ ഫോർമുല അറിഞ്ഞു വെക്കുക. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടു, എണ്ണൽ സംഖ്യകൾ കണ്ടു, ഒറ്റ സംഖ്യകൾ കണ്ടു. ഇനി നമ്മൾ ഈവൻ നമ്പേഴ്സ് കൂടെ നോക്കാൻ പോവാൻ കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ നോക്കാൻ പോകുന്നത് സം ഓഫ് n ഈവൻ നമ്പേഴ്സ്. അപ്പോ ഈവൻ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോകുന്ന സംഖ്യകളാണ്? 2, 4, 6, 8 ഇങ്ങനെ പോകുന്നത്. അപ്പോ ഇവിടെയും നമുക്ക് ഫസ്റ്റ് ടേം എന്തുണ്ട്? ഫസ്റ്റ് ടേം 2 എന്നുണ്ട്. കോമൺ ഡിഫറൻസ് എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇക്വേഷന് കൊടുക്കാം. Sn = n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d എന്നാണ് nth ടേമിനുള്ള ഇക്വേഷൻ. x1നും dക്കും നമ്മൾ അതാത് വാല്യൂസ് കൊടുക്കുക. അപ്പൊ 2 ഇൻറ്റു 2 പ്ലസ് n-1 ഇൻറ്റു d എത്രയാണ്? 2 ആണ്. ഡൗട്ടില്ലല്ലോ. അപ്പൊ n/2 ഇൻറ്റു 2 ഇൻറ്റു 2 4 ആയി, പ്ലസ് 2n 2 ഇൻറ്റു -2 ക്ലിയർ ആണോ? ബാക്കി എന്ത് വരും? n/2 ഇൻറ്റു 2n ആദ്യം എഴുതി, ബാക്കി ആരുണ്ട്? 4 - 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ആണ്. ഡൗട്ടില്ലല്ലോ. ഇനി മുകളിൽ നിന്ന് ഞാനൊരു 2നെ കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ആരുണ്ടാവും? n+1 അല്ലെ. 2n+2 എന്നൊരു 2 പോന്നു കഴിഞ്ഞാൽ n-ന്റെ ഒപ്പമുള്ള 2 പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ 2n-ന്റെ ഒപ്പമുള്ള 2 പോയി കഴിഞ്ഞാൽ ബാക്കി n ഉണ്ടാവും. ഈ 2ന്ന് 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 ഉണ്ടാവും. ക്ലിയർ ആണോ? ഇനി ഈ 2 ഉം 2 ഉം കട്ട് ചെയ്തു, ബാക്കി എന്തുണ്ടാവും? n ഇൻറ്റു n+1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി. Sn = n ഇൻറ്റു n+1. ഇതുവരെ ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നമ്മുടെ സം ഓഫ് n ഈവൻ നമ്പേഴ്സിനുള്ള ഫോർമുല. അപ്പൊ ഇതുവരെ കിട്ടിയ കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേട്ടോ. അപ്പൊ ഇതൊക്കെ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ 3 ഇക്വേഷനാണ് പഠിച്ചത്. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചു. സം ഓഫ് ഫസ്റ്റ് n കേട്ടോ, ആദ്യത്തെ n എന്നാണ്. എവിടത്തേലും
n എണ്ണല്ല, തുടക്കത്തിലുള്ള അല്ലെ, തുടങ്ങുമ്പോഴുള്ള n എണ്ണത്തിന്റെ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? മറക്കരുതേ, എന്തായിരുന്നു? n ഇൻറ്റു n+1/2. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിനുള്ള ഫോർമുല പഠിച്ചു. ഓഡ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു എന്ത്? n². അതേമാതിരി സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിനുള്ള ഫോർമുലയും പഠിച്ചു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി, എങ്ങനെയാ അത് വന്നെന്ന് മാത്രം. ഇനി വേറൊരു ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്തുകൊണ്ട് ഈ ഫോർമുല എന്നൊന്നും തോന്നരുത്. അതുകൊണ്ടാണ് അപ്പൊ മാത്സ് പഠിക്കുമ്പോൾ എപ്പോഴും എന്തുകൊണ്ട് ഇത് വന്നു അങ്ങനെ കാരണങ്ങൾ മനസ്സിലാക്കി പഠിക്കാട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാത്സിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഇതെന്താണ്? നമുക്ക് എന്ത് കിട്ടി? n+1. അപ്പൊ ഇത് കമ്പയർ ചെയ്ത് പഠിക്കാട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഡൗട്ടില്ലല്ലോ? അപ്പൊ ക്ലിയർ ആണ് കരുതുന്നു. ഫസ്റ്റ് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n+1/2. അതേമാതിരി സം ഓഫ് n ഓഡ് നമ്പേഴ്സ് എന്തായിരുന്നു? n² ആയിരുന്നു. സം ഓഫ് n ഈവൻ നമ്പേഴ്സ് എന്തായിരുന്നു? n ഇൻറ്റു n+1 ആയിരുന്നു. ഇതുവരെ ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ഫസ്റ്റ് പാർട്ട് ഒന്നും മനസ്സിലായി അല്ലെങ്കിൽ ഈ വീഡിയോയുടെ തുടക്കമൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇതിങ്ങനെ കാണാതെയും പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഏതെങ്കിലും ഒരു കേസിൽ ഇത് എന്തായാലും ഉപകാരപ്പെടും. എനിവേ, നമ്മള് ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അന്നത്തെ ക്ലാസ്സിലെ പേജ് നമ്പർ പാർട്ട് 8 വീഡിയോയില് നമ്മള് പേജ് നമ്പർ 71 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേജ് നമ്പർ 71 ക്വസ്റ്റ്യൻസ്. അതിൽ നമ്മള് ഒരു ക്വസ്റ്റ്യനില് ഐ തിങ്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനില് നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടല്ല, അറിയാണ്ട് മറന്നുപോയതാണ്, വിട്ടുപോയതാണ്. അപ്പൊ അതൊന്നും ഇവിടെ പറയാട്ടോ. മനസ്സിലായവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ തേർഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ്? n². ഇവിടെ ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? സം ഓഫ് n ടേംസിനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? nth ടേമിനുള്ള ഇക്വേഷൻ അല്ലെ, തുകയുടെ n പദങ്ങളുടെ തുകയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ ആ സമാന്തര ശ്രേണിയുടെ n-ാം പദത്തിനുള്ള അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസിന്റെ nth ടേമിനുള്ള ഇക്വേഷൻ കാണാനായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കി ക്വസ്റ്റ്യൻ പോലെ തന്നെ, കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. n² - 2n ആണ് എന്ത്? സമ്മിനുള്ള ഇക്വേഷൻ അല്ലെ. അപ്പോൾ സമ്മിനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്, n² - 2n ആണ്. ഇത് നമുക്ക് എന്തൊക്കെ കാണണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സീക്വൻസിന്റെ അരിത്തമാറ്റിക് സീക്വൻസിന്റെ nth ടേമിനുള്ള ഇക്വേഷൻ ആണ്. അതായത് അതിന്റെ ഇക്വേഷൻ നമ്മുടെ എന്തായിരുന്നു? f+n-1 × d എന്നാണ്. അപ്പൊ അതിന് നമുക്ക് ആരൊക്കെ അറിയണം? ഫസ്റ്റ് ടേമും അറിയണം, കോമൺ ഡിഫറൻസ് അറിയണം. അപ്പൊ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്ന് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടി നമ്മൾ s1 കണ്ടുപിടിച്ചാൽ പോരെ അല്ലെ. ആദ്യത്തെ ഒരാളുടെ തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാം പദം തന്നെ ആയിരിക്കില്ല. അപ്പൊ ഈ s1 ഫസ്റ്റ് ടേമിന്റെ തുക കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എന്ത് വരും? 1² - 2 × 1 അല്ലെങ്കിൽ 1 - 2 - 1 എന്ന് വരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് ടേം കിട്ടി എന്താണെന്ന്? -1 ആണെന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി അതുപോലെ നമുക്കിപ്പോ ആകെ ഈ ഫോർമുല മാത്രമേ കയ്യിലുള്ളൂ. ഇതൊന്നും നമുക്ക് സം ഓഫ് 2 ടേംസ് അല്ലെ, ഫസ്റ്റ് 2 ടേംസ്, അതായത് ഈ സീക്വൻസിന്റെ ആദ്യത്തെ 2 ടേംസിന്റെ സമ്മല്ല, ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്തിന്റെ അർത്ഥം? s2 എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ s2 കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ഈ ഫോർമുല കൊടുക്കുമ്പോൾ 2² - 2 × 2 എന്ന് വരും അല്ലെ. n-ന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പൊ 4 - 4 എന്ന് വരും, 0. അപ്പൊ ആദ്യത്തെ ടേം നമുക്കിപ്പോ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നേരത്തെ ആദ്യത്തെ ടേം -1 ആണെന്ന് കിട്ടി. പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 0 എന്നാണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് രണ്ടാമത്തെ ടേം ആയിട്ടുള്ള x2 കിട്ടാൻ വേണ്ടി ഇത് എന്ത് ചെയ്താൽ മതി? ഈ സം ഓഫ് 2 ടേംസിന് അല്ലെ, സം ഓഫ് 2 ടേംസിന് എന്ത് കുറച്ചാൽ മതി? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം കുറച്ചാൽ പോരെ. ഫസ്റ്റ് ടേമിന് നമ്മൾ എന്തും വിളിക്കാറുണ്ട്, x1 എന്നും വിളിക്കാറില്ലേ. അപ്പോ സം ഓഫ് 2 ടേംസ്, ആദ്യത്തെ 2 ടേം കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ആൻസർ? 0 ആയിരുന്നു. അതിന് ഫസ്റ്റ് ടേം ആയിട്ടുള്ള -1 കുറച്ചാൽ മതി. അപ്പൊ 2 മൈനസ് വരും. അപ്പൊ 0 + 1 1 എന്ന് വരും. അപ്പൊ നമുക്ക് എന്തൊക്കെയായി? ഫസ്റ്റ് ടേമും ആയി, സെക്കൻഡ് ടേമും ആയി. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ടേമും കിട്ടി, അതുപോലെ സെക്കൻഡ് ടേമും കിട്ടി. അപ്പൊ ഇതൊന്ന് നമുക്ക് എഫ് കിട്ടിയിട്ടുണ്ട്. എത്രയാണെന്ന്? എഫ് അല്ലെങ്കിൽ x1 എന്ന് വിളിക്കൂട്ടോ. അപ്പൊ എത്രയാണെന്ന് കിട്ടി? -1 ആണെന്ന് കിട്ടി. അതുപോലെ നമുക്ക് എന്ത് കിട്ടി? സെക്കൻഡ് ടേം കിട്ടിക്കഴിഞ്ഞു. നമുക്ക്
1 ആണെന്ന്. അപ്പൊ നമ്മുടെ സീക്വൻസ് എങ്ങനെയാവും പോവുക? -1 ഉണ്ട്, അടുത്ത 1. -1 എങ്ങനെയാവും 1 ആയിട്ടുണ്ടാവുക? +2 ആഡ് ചെയ്തപ്പോഴല്ലേ അല്ലെ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അല്ല, ഇനി അതിൽ ഡൗട്ട് ഉള്ളവർക്ക് ഫസ്റ്റ് ടേമും അറിയാം, സെക്കൻഡ് ടേമും അറിയാം. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേം ഒന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അതിൽ ഡൗട്ട് ഇല്ലല്ലോ. സെക്കൻഡ് ടേം എന്താണ്? 1. അതിന്ന് ഫസ്റ്റ് ടേം കുറക്കുക, അപ്പൊ ഒരു മൈനസ് ഉണ്ടാവും. പിന്നെ ഈ -1 കുറക്കുന്നതിന്റെ മൈനസും ഈ -1ന്റെ മൈനസും, ഇപ്പൊ 2 മൈനസ്. അപ്പൊ 1 2 മൈനസ് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. 1 + 1 2. അപ്പൊ ഫസ്റ്റ് ടേമും ആയി, കോമൺ ഡിഫറൻസും ആയോ? ഫസ്റ്റ് ടേം -1, കോമൺ ഡിഫറൻസ് 2 ആണോ? അതാണ് ഡി. അപ്പൊ നമുക്ക് ആൾജിബ്രായിക് ഫോം എഴുതാൻ പറ്റും. എന്തായിരുന്നു? xn = f + n-1 × d എന്നാണ്. f എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി -1 + n-1 × d എത്രയായിരുന്നു? 2 ആണ്. അപ്പൊ എന്ത് വരും? -1 + 2n - 2. ഒരു മൈനസ് ആയിട്ട് പോകും. -1 + 2n 2 × -1 -2. ഇനി 2n ആദ്യം എഴുതി, ബാക്കി ആരൊക്കെ ഉണ്ട്? ഒരു -1 ഉണ്ട്, പിന്നെ ഒരു -2 ഉണ്ട്. 2 -1 നമ്മൾ ആഡ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ -3 2n - 3 xn = 2n - 3. ഇതായിരിക്കട്ടെ ഇക്വേഷൻ. ഇനി ചാപ്റ്ററിൽ ഏതെങ്കിലും സെക്ഷൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ പറയാ. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ പുതിയ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എനിവേ താങ്ക് യു.